കോമിക്, കൊമേഡിക്, ഇമോഷണൽ, ഡ്രാമ. ഇന്നേ വരെ വന്നതിൽ വെച്ച് ദ ഗ്രേറ്റസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്നാണ് ബ്രാൻഡ് ന്യൂ ഡേക്ക് വരുന്ന റിവ്യൂകൾ. അത് ശരിവെക്കുന്നതാണ് സിനിമയിലെ ഓരോ എലമെൻസും. ഒരു സ്പൈഡർമാൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്വിംഗിങ് സീനുകൾ, സിനിമാറ്റോഗ്രാഫി, ഫൈറ്റ് കൊറിയോഗ്രാഫി, അൾട്ടിമേറ്റ്ലി ദ ബെസ്റ്റ് പീറ്റർ പാർക്കർ ക്യാരക്ടർ ആർക്ക്. ആരും ഓർക്കാതെ കൂട്ടിനാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന സ്പൈഡർമാൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന ക്യൂരിയോസിറ്റി നോവേ ഹോമിന് ശേഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബ്രാൻഡ് ന്യൂ ഡേ അതിനുള്ള ഉത്തരം കൃത്യമായി നൽകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് 2.5 മണിക്കൂറിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം കൂടിക്കൊഴയാതെ ഓരോന്നിനും അതിൻ്റെതായ സ്പേസ് നൽകി അവതരിപ്പിക്കുന്നുണ്ട് ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റൻ. സ്പൈഡർമാൻ തന്നെയാണ് അതിൻ്റെ മുഖ്യ ബിന്ദു. കഴിഞ്ഞ കുറച്ച് കാലമായി ഇറങ്ങിയ മാർവൽ സിനിമകളുടെ പ്രധാന പ്രശ്നം ഇമോഷൻസ് പ്രേക്ഷകരോട് കണക്റ്റ് ആവുന്നില്ല എന്നതായിരുന്നു. സ്പൈഡർമാനിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രശ്നമില്ലെന്ന് കാണാം. ടോബിയിലും ആൻഡ്രൂവിലും നമ്മൾ കണ്ട ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ടോമിലും ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണാം. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആ ഇമോഷൻസ് നമ്മളോട് എത്ര കണക്റ്റ് ആകുന്നു എന്നതാണ്. ട്രെയിലറിൽ കാണും പോലെ DNA മ്യൂട്ടേഷൻ വരുന്ന പീറ്ററും അയാളുടെ ജേണിയും നമ്മളുടേത് കൂടിയാണ്. CGIയും സിനിമാറ്റോഗ്രാഫിയും എല്ലാം പെർഫെക്റ്റ്ലി സിങ്ക് ആയപ്പോൾ അടിപൊളി വിഷ്വൽസും സ്പൈഡർമാൻ തരുന്നുണ്ട്. ഓരോ ഫ്രെയിമും ഒരു കോമിക് വൈബ് തരുന്നു. അത് തന്നെയാണ് സിനിമയെ മറ്റ് സ്പൈഡി മൂവീസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്പൈഡർമാൻ കോമിക്കിലുള്ളതുപോലെ ഫൈറ്റ് സീനുകളിലും അടിപൊളി ഫ്രെയിമിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വീഡിയോ ഗെയിമിൽ നിന്ന് സ്റ്റണ്ടും സ്വിംഗിങ്ങും എല്ലാം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടർ തന്നെ സമ്മതിച്ചിരുന്നു. അതെല്ലാം അത്ര പെർഫെക്റ്റായി അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ആക്ഷൻ കൊറിയോയും അതിഗംഭീരമാണ്. ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീം വന്നപ്പോഴേ അത് ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിച്ചതുമാണ്. നേരത്തെ പുറത്തിറങ്ങിയ ഹാൻഡ്സിനൊപ്പമുള്ള ഫൈറ്റ് എല്ലാം പീക്ക് എന്ന് തന്നെ പറയാം. ഹാൻഡ്ഫുൾ ഓഫ് ഹാൻഡ്സിനെ സ്പൈഡി നേരിടുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലവും മറ്റുമെല്ലാമായി പലവിധ തിയറികളാണ് ബ്രാൻഡ് ന്യൂ ഡേക്ക് മുന്നേ വന്നത്. അതിൽ പലതും ശരിയാണ് താനും. അപ്രതീക്ഷിത ക്യാമിയോസ് ഉണ്ടെങ്കിലും പ്രതീക്ഷിച്ച ചില ക്യാമിയോകൾ വരാതെ പോയി. ഹൾക്ക് ഫാൻസിനും ട്രീറ്റ് തന്നെയാണ് ബ്രാൻഡ് ന്യൂ ഡേ. ട്രെയിലറിലേതുപോലെ തന്നെ സിനിമയിലും സാവേജ് ഹൾക്കിനെ കാണാം. ഹൾക്കും സ്പൈഡർമാനും തമ്മിലുള്ള ഫേസ് ഓഫും അടിപൊളിയാണ്. പണിഷറും പീറ്ററും തമ്മിലുള്ള കോമ്പിനേഷനും മികച്ചത് തന്നെ. കോമിക്സിലുണ്ടായ ആ ടീമപ്പ് സിനിമയിലെത്തിയപ്പോഴും പാളിയിട്ടില്ല. പല സ്ഥലങ്ങളിലും സിനിമയുടെ ടോൺ മാറ്റുന്നതേ ആ കോംബോയാണ്. MJ നെഡും പതിവ് പോലെ അവരുടെ റോൾ ഗംഭീരമാക്കുന്നു. പെർഫോമൻസിൽ സേഡി സിംഗും ഞെട്ടിച്ചു. പലവിധ തിയറികൾ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തുണ്ടായിരുന്നു. അതിലൊന്ന് ശരിയാണെന്നും കാണാം. അതേസമയം വില്ലൻ കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ആർക്ക് അത്ര മികച്ചതായിരുന്നു എന്ന സംശയവുമുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാൻ മറക്കാതിരിക്കുക. അവിടെയും മാർവൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിൻ്റെ സ്ഥിരം പരിപാടികൾ ഈ സിനിമയിലും ഉണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതാണ്. ചുംബന രംഗങ്ങൾ നീക്കിയതിനോടൊപ്പം ചില വാക്കുകളും മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ സ്പൈഡർമാൻ ഫാൻസിന് ട്രീറ്റാണ് സിനിമ ഓഫർ ചെയ്യുന്നത്. ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടർ ആർക്കും കോമിക് ആക്യുറേറ്റ് സെറ്റിങ്ങുമെല്ലാം പാളാതെ പ്ലേസായി. പ്രീസെയിലിൽ വന്ന കളക്ഷൻ റെക്കോർഡുകളെല്ലാം അതിൻ്റെ ഡബിളായി വരും ദിവസങ്ങളിൽ എന്തായാലും മാറും. സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഒരു വ്യക്തിക്കും സ്പൈഡർമാൻ വായിക്കുമ്പോഴും കാണുമ്പോഴും ആ കോസ്റ്റ്യൂമിനുള്ളിൽ താനാണെന്ന് സങ്കല്പിക്കാനാകും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ്. സ്പൈഡർമാൻ്റെ ക്രിയേറ്ററായ സ്റ്റാൻലി പറഞ്ഞ വാക്കുകൾ ഓരോ പുതിയ സ്പൈഡർമാൻ സിനിമ എത്തുമ്പോഴും റെലവൻ്റ് ആണ്. 2002 ടോബി മഗ്വയർ സ്പൈഡി മുതൽ ഇപ്പോൾ എത്തിയ ബ്രാൻഡ് ന്യൂ ഡേ വരെ പീറ്ററിൻ്റെ ഒപ്പമുള്ള ജേണി ചൈൽഡ്ഹുഡിൽ തുടങ്ങിയതാണ് പലരും. ആ മാസ്കിനകത്തെ വ്യക്തിയുടെ മുഖം മാറിയപ്പോഴും ആ കഥാപാത്രത്തെ ഓരോരുത്തരും സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. മറ്റേത് സൂപ്പർ ഹീറോ സിനിമ വന്നാലും സ്പൈഡർമാൻ്റെ തട്ട് താണു തന്നെ ഇരിക്കാൻ കാരണവും അതാണ്. സ്പൈഡർമാൻ വിൽ റിട്ടേൺ ആസ് ഓൾവേസ്.